ഇതല്ല, ഞാനിതെവിടെ അങ്ങനെ അധികം പറഞ്ഞിട്ടില്ല. എനിക്ക് കഴിഞ്ഞ വർഷം 2023 ജനുവരി 2-ാം തീയതി രാത്രി ഇതുപോലൊരു കോൾ എനിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ. വേറൊന്നുമല്ല, എനിക്ക് തമിഴ്നാട്ടിലൊരു വലിയൊരു പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് ഒരു കോൾ വന്നു. ഒരു 9 മണിയോടെ എന്നെ ലൈക്കയിൽ നിന്ന് വിളിക്കുകയാണ്. ലൈക്ക കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ട്, അപ്പോൾ ലൈക്കാണെന്ന് മനസ്സിലായതെന്ന് വെച്ചാൽ അയാൾ പറയുന്നുണ്ട്. പിന്നെ ട്രൂ കോളറിൽ എഴുതി കാണിക്കുന്നുണ്ട് ലൈക്ക എന്നിട്ട്. അപ്പം ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ 85 days ഷൂട്ട് എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഓക്കെ. അപ്പോൾ എനിക്ക് എത്ര ദിവസമുണ്ട് എന്ന് ചോദിച്ചു. സാർ உங்களுக்கு ഇതാ 85 85 ദിവസം എനിക്ക് തമിഴിലോ? ഞാൻ വീണ്ടും വിചാരിച്ചു ഇത് പറ്റിപ്പാണ്, ഞാനിതൊന്നും ഇങ്ങനെ ആലോചിക്കുന്നില്ല. ഞാൻ പറഞ്ഞ യാർ എന്താ ഹീറോ യാരെന്ന് ചോദിച്ചു. സാർ നമ്മ തല അജിത് സാർ ഇതാ. ഞാൻ ഞാൻ ആര് പോയി അജിത് സാറ്. ഞാൻ ആര് ഡയറക്ടർ ആര്? അപ്പം സാർ നമ്മ നയൻതാര മാഡത്തിൻ്റെ ഹസ്ബൻഡ്, അവരുടെ ഹസ്ബൻഡ് വിഘ്നേഷ് ശിവൻ സാർ. ഞാൻ ഈ വാർത്ത ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ചെയ്യുന്നത് അജിത് സാറിൻ്റെ പടം ഡയറക്ടർ ചെയ്യുന്നത് വിഘ്നേഷ് ശിവനാണ്. എൻ്റെ കിളി കംപ്ലീറ്റ് പോയി. ഇത് ഞാൻ പറഞ്ഞ എനിക്ക് 85 ദിവസം ഷൂട്ട്. പുള്ളി പറയണ പടത്തിലെ സന്താനവും ജിബിനുമാണ് മെയിൻ 2 ക്യാരക്ടേഴ്സ്. ഇദ്ദേഹത്തിൻ്റെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് ക്യാരക്ടർ ചെയ്യുന്നു. എന്നെ അയക്കാൻ പറഞ്ഞാൽ വിഘ്നേഷ് എന്ന് പറഞ്ഞു. ഇത് അജിത്തിൻ്റെ അടുത്ത്, അജിത് സാറിൻ്റെ അടുത്ത് ഉൾപ്പെടെ പോയി എൻ്റെ പ്രൊഫൈൽ. അവർ ഓക്കെയാണ്. ഞാൻ ചെയ്തിട്ടുള്ളത് നോക്കുമ്പോൾ ആഡ്സൊക്കെ ചെയ്തിട്ടുള്ളത് വളരെ കൂളായിട്ട് ദുൽഖറിൻ്റെ സമുദ്രയോടെയൊക്കെ ഞാൻ അഭിനയിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പല സംഭവങ്ങളും ഞാൻ ആഡ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് ഓക്കെ ആയി, എല്ലാം ആയി, പൈസ ഉൾപ്പെടെ ആയി, എഗ്രിമെൻറ്റിൻ്റെ സംഭവം വരെ ആയപ്പോഴാണ് പടം ഡ്രോപ്പായി. ആ പടത്തിന് പകരം കയറിയ പടമാണ് അന്ന് വിടാമുയർച്ചി എന്ന് പറയുന്നത്. ഓക്കെ. വിടാമുയർച്ചി അന്ന് ഞാൻ ആക്ച്വലി ഈ പടം നടക്കണില്ല എന്ന് ഞാൻ ഫൈനലായിട്ട് അറിഞ്ഞ സമയത്ത് ഞാൻ ലിറ്ററലി ഞാൻ ഹോസ്പിറ്റലൈസായി. ഞാൻ അമ്മാതിരി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഇത് കിട്ടും എന്നൊക്കെ ആയി. എൻ്റെ 6 മാസത്തെ ഡേറ്റ് അവർ ചോദിച്ചത്. മാസത്തിൽ 10 to 12 ദിവസം, അങ്ങനെ ടോട്ടൽ 85 ദിവസം ഇതാണ് പറഞ്ഞത്. ഈ സാറിൻ്റെ 95% സീനിൽ ഞാനുണ്ട്, അജിത് സാറിൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടി ഞാൻ ഭയങ്കര കാര്യമായിട്ടിരുന്ന ഞാനാണ്. അത് അവിടെ പോയി ഞാൻ ലിറ്ററലി ഹോസ്പിറ്റലായി. എനിക്ക് BP ഒക്കെ അങ്ങ് ഹൈ ആയി. അത് അങ്ങനെ ആയിപ്പോയി. നമ്മളാ ചിന്തയിൽ അമ്മാതിരി എടുത്തുണ്ടാ, അത് അങ്ങനെ പറ്റിപ്പോയതാണ്. അത് ഞാൻ റിക്കവറായി തിരിച്ചു വന്നു. വന്നതിന് ശേഷം എല്ലാവരും പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഇതിന് പകരമായിട്ട് നിനക്ക് ഇവിടെ കിട്ടുവാടാ, നല്ല പരിപാടി കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് ഞാൻ പറഞ്ഞു അത് അങ്ങനെയല്ല, അങ്ങനെ എടുക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നെ രാഹുൽ വിളിച്ച ഡേറ്റ് ഉണ്ട്, February 5 രാത്രി 11:40. 20 മിനിറ്റ് കഴിഞ്ഞാൽ February 6 വിടാമുയർച്ചി റിലീസ്. ഒന്ന് ആലോചിച്ച് നോക്കുക, എനിക്ക് മിസ്സായ പടത്തിന് പകരം കയറിയ റിലീസ് February 6. ഈ പടത്തിലേക്ക് എന്നെ ഫിക്സ് ചെയ്തുകൊണ്ട് രാഹുൽ വിളിക്കുന്ന ഡേറ്റ് February 5 രാത്രി 11:40. എനിക്ക് പോസിറ്റീവാക്കി നിന്ന എല്ലാവരും എന്നോട് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, നിനക്ക് ഇവിടെ നീ നല്ലൊരു നടനാണെന്ന് പറയുന്നൊരു ക്യാരക്ടർ ഇതിന് പകരമായിട്ട് നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞ് സമാശ്വസിപ്പിച്ച ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ ആ മൊമെൻറ്റിൽ ഞാനത് ആലോചിച്ചു. February 6 എൻ്റെ പടം പോയിട്ട് പകരം കയറിയ പടം ഇറങ്ങുമ്പോൾ അതേ തലേ ദിവസം രാത്രി 11:40 രാഹുൽ വിളിച്ചിട്ട് പറയുകയാണ്, എൻ്റെ പടത്തിലെ ഒരു പ്രധാന ക്യാരക്ടർ നിങ്ങളാണ് ചെയ്യുന്നത്. അന്നും എനിക്കറിയില്ല ഈ പടം നമ്മുടെ DC ഇങ്ങനെ ഒരു വിജയമാകുമെന്നോ വലിയ സംഭവമെന്നോ. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു ഡയറക്ടർ എന്നെ ആ മൊമെൻറ്റിൽ, ആ ഡേറ്റാണ് എന്നെ ആ ഒരു കോയിൻസിഡൻസ് എന്ന് പറയുന്ന സാധനം അതാ. അതെ, ഞാനിതെവിടെയും പറഞ്ഞിട്ടില്ല. ഇതാണ് ഇതിൻ്റെ ഒരു, ഞാൻ ആലോചിച്ചു നമ്മുടെ ആഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിപ്പം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഴം, അത് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ സംഭവങ്ങളെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യും. കൃത്യമായിട്ട് നമ്മുടെ